നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 10 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കണമെന്ന ആഗ്രഹം സഫലമാക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യ ബന്ധത്തിലും കുടുംബത്തിലും സമാധാനം കൊണ്ടുവരും. ഭാഗ്യാനുഭവങ്ങൾക്കൊപ്പം കീർത്തിയും പ്രശസ്തിയും തേടിയെത്തും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാതെ നോക്കണം. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങളോ പ്രവർത്തന മന്ദതയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് കണ്ണുകൾക്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കൂടുതൽ കരുതൽ എടുക്കുക. ശാരീരിക ക്ഷീണം ഉണ്ടാകാതെ ഭക്ഷണത്തിലും വിശ്രമത്തിലും ശ്രദ്ധ നൽകുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർമ്മമേഖലയിൽ അർഹമായ ഉന്നത പദവികൾ അലങ്കരിക്കാൻ അവസരം ലഭിക്കും. ബിസിനസ്സിൽ മികച്ച പുരോഗതിയും സാമ്പത്തിക ലാഭവും കൈവരും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും ശാരീരികമായ സുഖം അനുഭവിക്കാനും ഇന്ന് സാധിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതിനാൽ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യപരമായ ഉണർവും രോഗശാന്തിയും ഉണ്ടാകും. ശത്രുദോഷങ്ങളിൽ മാറുകയും സാമ്പത്തിക നേട്ടവും ഭക്ഷണ സുഖവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അല്ലാത്ത പക്ഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകൾ അലട്ടിയേക്കാം. സ്വത്ത് സംബന്ധമായ കേസുകളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ പിരിമുറുക്കമോ ഒഴിവാക്കാൻ ശാന്തത പാലിക്കുക. സാമ്പത്തിക ക്ലേശങ്ങൾക്കോ തൊഴിൽപരമായ തിരിച്ചടികൾക്കോ സാധ്യതയുള്ളതിനാൽ ഓരോ നീക്കത്തിലും ശ്രദ്ധ വേണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും അനുഭവപ്പെടുന്ന ദിവസമാണിത്. വാഹനഭാഗ്യത്തോടൊപ്പം രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും സാഹചര്യം ഉണ്ടാകും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനും അപ്രതീക്ഷിത സമ്മാനങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാനും യോഗമുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും നിറയുന്ന ശുഭദിനമാണിത്. ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ സഹായങ്ങൾ ലഭിക്കും. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാഹചര്യമുണ്ടാകും. തൊഴിൽ വിജയത്തോടൊപ്പം സാമ്പത്തിക നേട്ടവും ദാമ്പത്യ സൗഖ്യവും ഇന്ന് പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തുന്ന ദിവസമാണിത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ഭാഗ്യാനുഭവങ്ങൾക്കൊപ്പം നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾക്ക് അർഹമായ പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാഹചര്യമൊരുങ്ങും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുക്കളുമായി അകൽച്ചയോ കലഹമോ ഉണ്ടാകാതെ സംയമനം പാലിക്കുക. ശാരീരികമായും മാനസികമായും ചെറിയ ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. പുതിയ പരിചയങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുമായുള്ള ഇടപഴകലുകളിൽ ജാഗ്രത പുലർത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന ദിവസമാണിത്. വിശേഷപ്പെട്ട പാരിതോഷികങ്ങൾ കരസ്ഥമാക്കാൻ അവസരം ലഭിക്കും. വാഹനങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്താൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.